ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിലെ പഞ്ചായത്ത് അംഗം ബിന്ദു ചാക്കോയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഒരു പെരുമ്പാമ്പിനെ ചില ആളുകൾ സാമൂഹ്യ വിരുദ്ധർ കൊണ്ടുവന്ന് വീടിന് മുൻവശത്തിട്ടത്. ബിന്ദു ചാക്കോയുടെ വീട്ടിലാണുള്ളത്. ബിന്ദു ചാക്കോ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു സംഭവം? ഏകദേശം മിനിഞ്ഞാന്ന് രാത്രി 10:53 എനിക്ക് ആദ്യമായിട്ട് അവിടെ നിന്ന് ഒരു കോൾ വന്നത്. അവിടെ ഒരു പെരുമ്പാമ്പിനെ കണ്ടുവെന്നും നാട്ടുകാർ അവിടെ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ അതിൻ പ്രകാരം അവരോട് പറഞ്ഞു, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിക്കാമെന്ന്. ഞാൻ ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിക്കുമ്പോൾ തന്നെ ഇവർ ആ പെരുമ്പാമ്പിനെ പിടിച്ച ചാക്കിൽ കെട്ടിവെച്ചു. അതിനുശേഷം അവരെന്നെ വിളിച്ചിട്ട്, മെമ്പറെ ഞങ്ങളിതിന് കെട്ടിവെച്ചിട്ടുണ്ട്, ഫോറസ്റ്റുകാർ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവർ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു പാമ്പിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് കഴിയുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരും, ഒരു 40 മിനിറ്റിനുള്ളിൽ വരുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ 40 മിനിറ്റിനുള്ളിൽ തന്നെ ഇവർ ആരാണെന്ന് എനിക്കറിയില്ല, സാമൂഹ്യ വിരുദ്ധരാണ്. അവരിവിടെ കൊണ്ടുവന്ന് എൻ്റെ ഗേറ്റിനുള്ളിൽ, അതായത് എൻ്റെ വീടിനോട് ചേർന്ന് ഗേറ്റിനുള്ളിൽ അകത്ത് കയറ്റി വെച്ചിട്ട് അവർ തിരിച്ചുപോയി. ഇതിനുശേഷം ഒരു 12 മണിയോടുകൂടി തന്നെ ഫോറസ്റ്റുകാർ ഇവിടെ എത്തി ലൊക്കേഷൻ. അപ്പം ഞാൻ അന്നേരമേ അവരോട് പറഞ്ഞു, നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ ആണെങ്കിൽ ഇവർക്ക് അയച്ചു കൊടുക്കണമെന്ന്. അവർ അയച്ചു കൊടുക്കുകയും ചെയ്തു. അതിന് പ്രകാരം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നാളെ അവിടെ ചെന്നപ്പോൾ ഈ പാമ്പിനെ അവിടെ കാണുന്നില്ലെന്ന് പറഞ്ഞ് അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇതിലൊരാളെ വിളിച്ച് ചോദിച്ചു, ഇപ്പോൾ പാമ്പ് എവിടെയുണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു, നിൻ്റെ വീടിൻ്റെ മുന്നേ കൊണ്ടിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇതിൽ രാഷ്ട്രീയമോ അല്ല വേറെ ഒരു കാര്യവുമില്ല. വ്യക്തിപരമായിട്ട് എന്നെ വിളിച്ച ആളെ അറിയോ? നമുക്ക് ഇത്തരത്തിൽ വിളിച്ച ആളെ അറിയോ? സാർ, അത് അറിയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വാർഡെന്ന് പറയുമ്പോഴേ 100, 200 അല്ല 250 വീട്ടുകാരേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ ആൾക്കാരുടെയും നമ്പർ മെമ്പറുടെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുമല്ലോ. ഈ വിളിച്ച ആൾക്ക് വ്യക്തമായ വ്യക്തിപരമായ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സാർ, ഞങ്ങൾക്ക് അറിയത്തില്ല, അതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല. എന്ത് പറയുക, നമുക്ക് അതിനെക്കുറിച്ച് നിങ്ങളോട് ഇത്തരത്തിലൊരു വൈരാഗ്യം ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ വന്ന് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും കാരണം? അത് എന്താണെന്ന് എന്തെങ്കിലും ഒരു പ്രകോപനമാകാം, അല്ലാതെ വ്യക്തിപരമായിട്ട് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒന്നുമില്ല. അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ആ വ്യക്തി, അത് എൻ്റെ വാർഡിലെ വ്യക്തിയുമല്ല കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയല്ല, എൻ്റെ വാർഡിലെ മെമ്പറല്ല. നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മെമ്പർ ചെയ്തു കൊടുക്കുന്നുണ്ട്, നിയമപരമായിട്ടുള്ളത്. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലീഗലായിട്ടൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. ലീഗലായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്തായാലും സാമൂഹ്യ വിരുദ്ധരായ ഒരു സംഘമാണ്. രാഷ്ട്രീയം ഇതിന് പിന്നിലില്ല എന്ന് മെമ്പറും അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഷിബുവും അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയവാദത്തിനില്ല, പക്ഷേ നിയമപരമായ നടപടിയിലേക്ക് കടക്കുമെന്നും അവർ അറിയിക്കുന്നുണ്ട്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. വാർഡ് മെമ്പറുടെ പരാതിയിൽ ഇലവുംതിട്ട പോലീസ് കേസെടുത്തു. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകുമാരൻ അല്പസമയത്തിനകം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. പത്തനംതിട്ട ചെന്നീർക്കരയിൽ പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടുമുറ്റത്തേക്ക് പെരുമ്പാമ്പിനെ ചാക്കിൽ കെട്ടി എറിഞ്ഞതുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ സാമൂഹ്യ വിരുദ്ധരാണ് ഈ കൃത്യത്തിന് പിന്നിലെന്ന് വാർഡ് മെമ്പർ പറയുന്നു. നിയമ നടപടിയിലേക്ക് പോകുമെന്നും പറയുന്നു. ശ്രീകുമാരൻ ഇപ്പോഴുണ്ട് വിവരങ്ങൾ നൽകാൻ. പെട്ടെന്നുണ്ടായൊരു പ്രകോപനം എന്നതിനപ്പുറം ഈ സംഭവത്തിൽ മറ്റെന്തെങ്കിലും സംശയിക്കേണ്ടതായി ഉണ്ടോ? നിലവിൽ അങ്ങനെ സംശയിക്കേണ്ടതായിട്ടില്ല എന്നാണ് ഈ വാർഡ് മെമ്പറും പറയുന്നത്. ഈ വിളിച്ച ആളെയൊക്കെ കൃത്യമായ രീതിയിൽ വാർഡ് മെമ്പർക്കും അതുപോലെ തന്നെ പോലീസിനും ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ തവണ ഈ ഫോറസ്റ്റുകാർ, ഈ വനം വകുപ്പുകാർ ആ പ്രദേശത്ത് എത്തുന്ന സമയത്തായിരുന്നു അവിടെ ഈ പാമ്പിനെ കാണുന്നില്ല, ആരെയും കാണുന്നില്ല. അങ്ങനെയാണ് ഈ നമ്പറിലേക്ക് വിളിക്കുന്നത് ഈ വാർഡ് മെമ്പർ. അപ്പോൾ ഈ പാമ്പിനെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോഴാണ് തൊട്ടടുത്ത നിമിഷം തന്നെ പറയുന്നത്, അത് നിങ്ങളുടെ വീടിന് മുൻവശത്ത് തന്നെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്, വീട്ടിന് അകത്തേക്ക് എറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നാണ് വാർഡ് മെമ്പർ പറയുന്നത്. എന്തായാലും കൃത്യമായ രീതിയിൽ പോലീസിന് CCTV ദൃശ്യങ്ങളടക്കം, സമീപത്തെ ഒരു CCTVയിലെ ദൃശ്യങ്ങളടക്കം ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഇപ്പോൾ അല്പസമയം മുൻപ് അവർ ഈ ഇലവുംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. മൊഴി രേഖപ്പെടുത്താൻ അങ്ങോട്ട് എത്തണമെന്ന് CI അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വാർഡ് മെമ്പറുടെ പ്രതികരണത്തിൽ നിന്ന് അവർ പറയുന്നത് ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല, പക്ഷേ മറിച്ച് സാമൂഹ്യ വിരുദ്ധരായ ഒരു പറ്റം ആളുകളാണ് ഇതിന് പിന്നിലെന്നാണ്. ഫോറസ്റ്റുകാർ എത്താൻ വൈകിയിട്ടില്ല. അവർ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു പെരുമ്പാമ്പിനെ പിടിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് എന്നാണ് കൃത്യമായ രീതിയിൽ അവർ പറയുന്നത്. എന്തായാലും ഫോറസ്റ്റുകാർ എത്തി അപ്പോൾ തന്നെ ഈ പാമ്പിനെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല എന്നും പറയുന്നു. പക്ഷേ ഭീതി ജനിപ്പിക്കുന്ന കാര്യമായതുകൊണ്ട് മാത്രമാണ് ഒരു പരാതിയുമായി രംഗത്ത് വരാൻ കാരണം. എന്നാലും കേസുമായി മുന്നോട്ട് പോവുകയാണ്. പ്രതിയെ പിടികൂടുമെന്ന് തന്നെയാണ് പഞ്ചായത്ത് അംഗം ബിന്ദു ടി ചാക്കോ അറിയിക്കുന്നത്. ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേർന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.